ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് വെച്ചിട്ടുള്ള 1-2 മൂവ്മെൻറ്റ്സ് ആണ്. ആദ്യം ഞാൻ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ട് ബ്രേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ആ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കി ഫാസ്റ്റായിട്ട്. ഇനി നമ്മളത് സ്ലോ ആയിട്ട് ഓരോന്നായിട്ട് നോക്കിയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോകണേ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, ഇവിടെ നിന്ന് കണ്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. വീണ്ടും തിരിച്ചു പിടിക്കുക, ഇതുണ്ടോ. ഓക്കെ, വീണ്ടും എടുക്കുക, വീണ്ടും തിരിച്ചു പിടിക്കുക. ഓക്കെ, ഇതുണ്ടോ. ഈസി അല്ലേ? അത് കഴിഞ്ഞ് സ്പീഡാക്കാൻ പറ്റും. ഇതുണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലിങ്ങനെ പിടുത്തം വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഇത് വീണ്ടും തിരിച്ചടിക്കുക, അതായത് ബാക്കിലേക്ക് അടിക്കുക. ഇപ്പോൾ ഫ്രണ്ടിലേക്കല്ലേ കൊടുത്തത്, ഇനി ബാക്കിലേക്ക് കൊടുക്കുക. കണ്ടോ, വീണ്ടും തിരിച്ചെടുക്കുക, ഇവിടെ നിന്ന് ബാക്കിലേക്ക് കൊടുക്കുക. ഓക്കെ, വീണ്ടും ഈ പിടുത്തം പിടിക്കുക, ഇവിടെ നിന്ന് തിരിച്ച് ബാക്കിലേക്ക് കൊടുക്കുക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂടുമ്പോൾ കുറച്ചും കൂടി കറക്റ്റ് ആവുള്ളൂ. പതിയെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കറക്റ്റ് ആവില്ല. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതുണ്ടോ, കുറച്ചൊന്ന് സ്വിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒന്ന് സ്വിങ് ചെയ്ത് കൊടുക്കുക. ആ സ്വിങ്ങിൽ ബാക്കിലേക്ക് കൊടുക്കുക. ഓക്കെ, കണ്ടോ. വീണ്ടും അങ്ങനെ. ഈ മൂവ്മെൻറ്റ് സ്ലോ ആകുമ്പോൾ നോക്കൂ, ഇതാണോ, താഴേക്ക് പോകുന്നത്. സ്ലോ ആയിട്ട് ചെയ്താലുള്ള പ്രശ്നം അതാ. കണ്ടോ, ഇങ്ങനെ കാണിക്കും. സ്പീഡായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, കണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ബാക്കിലെ മൂവ്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പിടിക്കുന്നു, ഇവിടെ നിന്ന് ഇതുണ്ടോ. ഓക്കെ, കുറച്ച് സ്പീഡായിട്ട് കൊടുക്കുക. ഇപ്പോൾ ശരിയായുള്ളത് കണ്ടോ. ഇപ്പോൾ കറക്റ്റാണ്. കണ്ടോ, ആ റൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റാണോ അല്ലേ എന്നുള്ളത്. കണ്ടോ. ഇനി ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണേ. 1 2 1 2 പതിയെ കാണിക്കാം. 1 2 1 2 1 2. ഇതിൽ നമ്മൾ ഈ റിസ്റ്റിൻ്റെ ആക്ഷൻ മാത്രമല്ല, കൈക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. അത് ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ എടുത്തില്ലേ, ഇവിടെ നിന്ന് കണ്ടോ. കണ്ടോ, ആ ഒരു റിസ്റ്റിന് ഒരു തള്ളി കൊടുക്കൽ, ആ ചെറുതായിട്ടും തള്ളി കൊടുക്കൽ. ഭയങ്കര പുഷല്ല, ചെറുതായിട്ട്. അല്ല, റിസ്റ്റിൻ്റെ ആക്ഷൻ മാത്രം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. കണ്ടോ, റിസ്റ്റിൻ്റെ ആക്ഷൻ മാത്രം ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവില്ല. കണ്ടോ. ഓക്കെ, റിസ്റ്റല്ല, ഹാൻഡ്സ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് മൂവ്മെൻറ്റ് ചെറുതാക്കി കൊടുക്കുക. ചെറുതായിട്ട് മതി. ഓക്കെ, ഓക്കെ, ഇതാണല്ലോ. ഇപ്പോൾ മൂവ്മെൻറ്റ് വരുന്നുണ്ടോ. ഓക്കെ, ആ റിസ്റ്റിനൊരു ആക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ എൽബോ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 1 1 1. ഈ 2 മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 റോള്. ഓക്കെ, ഈ മൂവ്മെൻറ്റ് മാത്രം നോക്കുക. ഇത് മാത്രം പഠിച്ചെടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇതുണ്ടോ, ഇങ്ങനെ, അതായത് ഇങ്ങനെ കൊടുത്ത് ഇതുണ്ടോ, ഇങ്ങനെ, അതായത് ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ കറങ്ങി വരുന്നത്. ഇത് വന്നു കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു കൊടുക്കും, അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇതുണ്ടോ. ഇത് നമ്മൾ 3ാമത്തെ മൂവ്മെൻറ്റാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, 3ാമത്തെ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൽ നിന്ന് നമ്മൾ ആ റോളിലേക്ക് പോകണേ. ഇതെടുത്തു. ഓക്കെ, കണ്ടോ, പിടിച്ചെടുത്തു. ഇതെടുക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നു. കണ്ടോ. ഓക്കെ, വീണ്ടും നമ്മൾ ഈ മൂവ്മെൻറ്റ് എടുക്കുന്നു, ഇവിടെ നിന്ന് ഇതാണ്ടോ, ഇത് പിടിച്ചെടുക്കുന്നു. കണ്ടോ, നോക്കുക. ഇവിടെ നിന്ന് ഈ മൂവ്മെൻറ്റ് എടുക്കുന്നു, ഇവിടെ നിന്ന് പിടിച്ചെടുക്കുന്നു. കണ്ടോ, ഈ മൂവ്മെൻറ്റ് എടുക്കുന്നു, ഇവിടെ നിന്ന് പിടിച്ചെടുക്കുന്നു. കണ്ടോ, നേരത്തെ എടുത്ത സംഭവം തന്നെ. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിക്കില്ലേ, ഈ ഒരു സംഭവമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ പിടിക്കുന്നു, ഇതിൽ നിന്ന് ഇതാണ്ടോ, ഇത് പിടിക്കുന്നു. നോക്കിയാൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഇവിടെ നിന്ന് കൊടുക്കുന്നു. കണ്ടോ, ഇത് ഇവിടെ നിന്ന് പിടിച്ചെടുക്കുന്നു. കണ്ടോ, ഈ മൂവ്മെൻറ്റ് നേരത്തെ കാണിച്ച ഈ മൂവ്മെൻറ്റ്. അപ്പോൾ രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്തു. ഇതും എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ആ ക്യാച്ചിങ് മൂവ്മെൻറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കൊടുത്തു, ഇവിടെ നിന്ന് ഇതുണ്ടോ, പിടിച്ചെടുക്കുന്നു. ഓക്കെ, ഇത് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുണ്ടോ, ഇത് കൊടുക്കുന്നു, ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇത് തന്നെ ഇതിൽ നിന്ന് തന്നെ അടുത്ത മൂവ്മെൻറ്റ് പോകണം. ഓക്കെ,
ഇതിൽ നിന്ന് മൂവ്മെൻറ്റ് പോകുമ്പോൾ അടുത്ത എങ്ങനെയാണെന്ന് നോക്കിയോ, ഇത് ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളി കൊടുക്കുക, പുറത്തേക്ക്. ഓക്കെ, പുറത്തേക്ക് ഇതാണ്ടോ ഈ മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത്. ഇതിലാണ് ഇനി നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്ക്, ഈ മൂവ്മെൻറ്റ് ക്ലിയർ ചെയ്യുക ആദ്യം. ഇത് പുറത്തുകൂടിയാണ് പോകുന്നത്, ഉള്ളിൽ കൂടിയല്ല. ഇങ്ങനെ പോയിട്ട് ഇത് ഉള്ളിലേക്ക് വരും. ഓക്കെ, ഇത് കണ്ടോ, കണ്ടോ. ഓക്കെ, നോക്ക്, പുറത്തേക്ക് പോകുന്നു എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വരുന്നു, കണ്ടോ. ഓക്കെ, ഇനി ഇതിലേക്കാണ് നമ്മൾ അടുത്ത ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ രണ്ടാമത് പഠിച്ച മൂവ്മെൻറ്റ് ഏതാണ്? ഒന്ന് ഇത് പഠിച്ചു, അത് കഴിഞ്ഞ് എന്താണ് ഇത് തന്നെ തിരിച്ച് പഠിച്ചു, കണ്ടോ. ഓക്കെ, ഈ രണ്ടാമത്തെയാണ് ഇപ്പം ചെയ്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നാലാമത്തെ മൂവ്മെൻറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു, ഇവിടെ നിന്ന് ഇത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടോ ഇത് പിടിച്ചെടുക്കുക, കുറച്ച് ചാടിപ്പോയി അതുകൊണ്ടിട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇത് കൊടുക്കുന്നു, ഇതുണ്ടോ. ഓക്കെ, ഇവിടെ നിന്ന് ഈ മൂവ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടോ. ഓക്കെ, ഇവിടെ നിന്ന് കൊടുക്കുന്നു, ഇതിൽ പിടിച്ചെടുക്കുന്നു, കൊടുക്കുന്നു, ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നു, കണ്ടോ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ 4 മൂവ്മെൻറ്റാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ മൂവ്മെൻറ്റ് ഇത്. ഓക്കെ, രണ്ടാമത്തെ മൂവ്മെൻറ്റ് ഇത്. ഓക്കെ, ആദ്യത്തെ മൂവ്മെൻറ്റിൽ ഇങ്ങനെ പിടിക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ ഇത് പിടിക്കുന്നു. രണ്ടാമത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ഇത് പിടിക്കുന്നു. ഇത് സ്വിങ് കിട്ടണം. സ്വിങ് കിട്ടിയില്ലെന്നാണെങ്കിലാണല്ലോ ഈ സാധനം വർക്കാവില്ല. ഈ രണ്ടാമത്തത് ഇത് കണ്ടോ, ഇത് ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ എത്ര കാണിച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിങ് കറക്റ്റായിട്ട് കൊടുക്കുക. കുറച്ച് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഈ 2 മൂവ്മെൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ മൂവ്മെൻറ്റ് കാണിച്ചത് ഇതിങ്ങനെ പിടിച്ചിട്ട്. ഓക്കെ, മൂന്നാമത്തെ മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, നാലാമത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്, കണ്ടോ. തിരിച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് പിടിച്ചെടുക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ആദ്യത്തെ മൂവ്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നു. നാലാമത്തെ മൂവ്മെൻറ്റിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ മൂവ്മെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിന് ഫ്ലോ ഉണ്ടാവില്ല. ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഓരോ മൂവ്മെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, കണ്ടോ, സ്ലോയിൽ കാണിച്ചു തരാം. അതായത് ഈ മൂവ്മെൻറ്റ് എടുക്കുന്നു, ഈ മൂവ്മെൻറ്റ് ഇതുണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിവിടെ പിടിക്കുന്നു. ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളിത് വീണ്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുന്നു, കണ്ടോ. ഇത് വീണ്ടും എടുക്കുന്നു, ഇവിടെ നിന്ന് പിടിക്കുന്നു, ഇവിടെ നിന്ന് എടുത്ത് വീണ്ടും ഇങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ 2 മൂവ്മെൻറ്റ് കഴിഞ്ഞ് സ്റ്റോപ്പ് വരുന്നുണ്ട്. ഈ സ്റ്റോപ്പ് വന്നിട്ടാണ്, കണ്ടിന്യൂറ്റി ഇല്ല, സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത 2 മൂവ്മെൻറ്റ് എടുക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് പിടിച്ചു, ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് വീണ്ടും അങ്ങോട്ട് കൊടുക്കണേ. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടോ, ഇങ്ങനെ എടുത്ത് കണ്ടോ, ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചെടുക്കണേ, കണ്ടോ. ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, കണ്ടോ. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും തിരിച്ചെടുക്കണം. ഇത് കണ്ടിന്യൂറ്റി ഇല്ലാത്തൊരു മൂവ്മെൻറ്റാണ് ഇത്. ഓക്കെ, കണ്ടോ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് ഈസി ആയിട്ട് പോവാം. ഓക്കെ, ലാസ്റ്റ് മൂവ്മെൻറ്റ് ഇതാണല്ലോ. പിന്നെ നമ്മൾ ഇവിടെ പിടിക്കുന്നു, ഇതിൽ പിടിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നു, കണ്ടോ, കൊടുക്കുന്നു. ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്, കണ്ടോ. ഇങ്ങനെ സാധാരണ ഇങ്ങനെയല്ല പിടിച്ചിരുന്നത് വെച്ചത്. ഇതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ മൂവ്മെൻറ്റ് കൊടുക്കണേ, കണ്ടോ. ഓക്കെ, ഈ മൂവ്മെൻറ്റ്. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കൊടുത്തു, ഇത് ഇവിടെ നിന്ന് പിടിച്ചെടുത്തു, കണ്ടോ. ഇത് നമ്മൾ ഇങ്ങനെ എറിയുന്നത്, കണ്ടോ. ഇങ്ങനെ എറിഞ്ഞു, എന്നിട്ട് ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. ഇവിടെ നിന്ന് പിടിച്ചെടുത്തത് അതേപോലെ തന്നെ ഫ്രണ്ടിൽ കൂടി വീണ്ടും കൊടുക്കണേ, കണ്ടോ. ഈ മൂവ്മെൻറ്റ്. ഓക്കെ, ഒന്ന് ഇത് ഇത്ര ഈസി ആയിരിക്കും. അത് വരുന്ന വഴി തന്നെ ഇവിടെ കൂടി ഇട്ട് ഇതാണ്ടോ ഇങ്ങനെ എടുക്കുന്നു. അത് വീണ്ടും ഇവിടെ കൂടി എടുക്കുന്നു, ഇതിൽ പിടിക്കുന്നു. അത് വീണ്ടും ഇവിടെ കൂടി ഇട്ട് ഇതിൽ നിന്ന് പിടിക്കുന്നു. ഓക്കെ, നോക്കിക്കോ. 1 ഇവിടെ നിന്ന് പിടിക്കുന്നു. സ്റ്റെപ്പായിട്ട് നോക്കിയാൽ മതി, ഓരോ സ്റ്റെപ്പായിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതിങ്ങനെ പിടിക്കുന്നു, ഈ റൊട്ടേഷൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിങ്ങനെ പിടിക്കുന്നു, ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തത് ഈ ക്യാച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് കറക്കി ഇവിടെ ഇട്ട് പിടിക്കുന്നു. ഓക്കെ, വീണ്ടും പഴയത് തന്നെ. ഓക്കെ, കണ്ടോ. ഓക്കെ, വീണ്ടും ഇതിവിടെ വന്നു, ഇതൊന്നും കൂടി കറക്കി എടുത്തിട്ട് ഇവിടെ ഇട്ട് പിടിക്കുന്നു, കണ്ടോ.
1 2 1 2 1 2 1 2. ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് അടിയൊന്നും കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ വുഡിൻ്റെ ആണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, സ്റ്റീല് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ തുടക്കത്തിലൊന്നും ഇത് യൂസ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടോ നമുക്ക് ഈ മൂമെൻ്റൊക്കെ ഇതിലെടുക്കാവുന്നുള്ളൂ. കണ്ടോ, എനിക്ക് എവിടെയിട്ട് കറക്കുമ്പോൾ ഒരു പേടിയുണ്ട്, കാരണം ടൈലായതുകൊണ്ട് കയ്യിൽ നിന്ന് പോയാൽ പണിയാണ്. ഓക്കെ, കണ്ടോ, ഈ മൂമെൻറ്റ്സൊക്കെ നമുക്ക് ഇതിലെടുക്കാവുന്നുള്ളൂ. കണ്ടോ, സ്പീഡായിരിക്കും, മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടി സ്പീഡായിരിക്കും മറ്റേതിലും. ഇതാണോ, ടി വി ഒക്കെ ഇരിക്കുന്നുണ്ടിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കണ്ടോ, നമ്മളിത് ഓട്ടോമാറ്റിക്കലി കയ്യിൽ വരുമ്പോഴേ ഇത് സ്പീഡാവും, മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനുണ്ട്. സ്റ്റീല് തുടക്കത്തിൽ യൂസ് ചെയ്യാതിരിക്കുക, ഏറ്റവും ബെറ്റർ ഇത് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്റ്റീലിൽ സ്പീഡ് കിട്ടും, അല്ലെന്നാണെങ്കിൽ നമുക്ക് ഒരു വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആണോ, കുറച്ചും കൂടി ചിലർക്ക് സ്റ്റീൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നും. പിന്നെ ഈ ഒരു സംഭവം ഇതുണ്ടോ, ഇത് പിടിച്ചിരിക്കുന്നുണ്ടോ, ഇത് ചിലപ്പോൾ ഇതിൽ കിട്ടില്ല, ഇതിൽ കിട്ടാത്ത കാര്യം ഇതുണ്ടോ, ആണ്ടോ, ഇത് കിട്ടില്ല. ഇത് ചെയിൻ ഞാൻ കുറച്ചിട്ടേക്കണത്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യാത്തത്. ഇതിലൊക്കെ കുറച്ചും കൂടി ലോങ് ചെയിനാണ് ഇതിലൊക്കെ ഷോർട്ടാക്കി വെക്കണേ ഈ ഒരു സംഭവത്തിൽ. അതൊരു ഫാക്ടറാണ്. റിസ്റ്റോൾ ചെയ്യുമ്പോൾ ചെയിൻ്റെ കണ്ണിയുടെ എണ്ണം കുറവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഒരു ലെവൽ കണ്ടോ, ഈ പിടിച്ചിരിക്കുന്നുണ്ടോ, ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ നോക്കിയേ, കണ്ടോ, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്ന പൊസിഷൻ കണ്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യുന്ന പല മൂവ്മെൻറ്റ്സിലും ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ, ഇതിൽ നമുക്കിതെടുക്കാം. ഇതുണ്ടോ, എടുത്തു, കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് അടിക്കാം. ഓക്കെ, പിടിച്ചെടുത്തിരിക്കുന്നുണ്ടോ, ഇതൊന്ന് അടി പോകും. പക്ഷേ ഇതിലത് നടക്കില്ല, ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണിത്. കാരണം ചെയിൻ ഇല്ലാത്തത് കൊണ്ടിട്ട് ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടില്ല, കണ്ടോ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, എടുത്തിരിക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. കണ്ടോ, പിടിച്ചു, സ്ട്രൈക്ക് പോവും. ഇവിടെ നിന്ന് പിടിച്ചു, ഇവിടെ നിന്ന് സ്ട്രൈക്ക് പോവും. പക്ഷേ ഇതിലത് നടക്കില്ല. കണ്ടോ, കണ്ടോ, ഇതിവിടെ വന്ന് ഇടിച്ച് തെറിച്ച് പോകണേണ്. കണ്ടോ, ഇടിച്ച് തെറിച്ച് പോകണം. ഇതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ്ടോ, പറ്റുന്നില്ല. നോക്കിയേ, ഇതിവിടെ കിട്ടിയത് കിട്ടില്ലത്. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് സ്ട്രൈക്ക് പോവും. ഇത് പണിയാണിത് കുറച്ചും കൂടി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ഇതിൽ വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ചില ആളുകൾ നീളമുള്ള ചെയിനുള്ള നെഞ്ചൊക്കെ വെച്ചിട്ട് ഈ റോള് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ. അത് കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി കംഫർട്ടബിൾ നീളം കുറഞ്ഞ ചെയിനിലാണ് ഈ റോള് ചെയ്യാനായിട്ട്. ഇതിൽ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ലെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത് കണ്ടോ, ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ കുറച്ചും കൂടി കംഫർട്ടബിൾ ഇത് തന്നെ ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നെഞ്ചക്കിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റായിട്ടും ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ട് സ്ലോ ആയിട്ടും ചെയ്ത് നോക്കി. പിന്നെ നിങ്ങൾ നെഞ്ചക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ മാക്സിമം നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈബർ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്ത് അതാകുമ്പോൾ 1-2 അടിയൊക്കെ കിട്ടിയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം അടി കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പിന്നെ സ്റ്റീലാകുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ വുഡാണെങ്കിൽ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ ചെയ്ത് ആദ്യമൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ചെയിൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മൂവ്മെൻറ്റ്സ് നമുക്ക് ഷോർട്ടായിട്ടുള്ള ചെയിനിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചില മൂവ്മെൻറ്റ്സ് നമുക്ക് ലോങ് ആയിട്ടുള്ള ചെയിനിൽ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഈ റിസ്റ്റിലിട്ട് കറങ്ങാൻ നേരത്തെ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ കുഴപ്പമായിരിക്കില്ല, ഈ ചെയിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.